സർവശക്തനായിരിക്കുന്ന ദൈവം ഇന്നത്തെ ഈ അനുഗ്രഹമുള്ള സഭയിലേക്ക് പ്രവേശിക്കുവാനും ഐസിന്റെ നാളുകളിൽ ഒരു നിമിഷം കൂട്ടായ്മ അവസരത്തെ എൻ്റെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന സ്തോത്രമാക്കുകയും സ്നേഹവുമായുള്ള സഭാ സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങളെ, മാതാപിതാക്കളെ, ശ്രുതിമധുരമായ ഗാനങ്ങൾ ആരംഭിക്കുന്ന കേരളങ്ങളെ, അമ്മമാരെ, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറ ഇവിടെയുണ്ട്. അതിനെ പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണാൻ ദൈവം എന്ത് ചെയ്യുന്നു? സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ കൊണ്ടുകൊണ്ടേയിരിക്കും. അപ്രകാരം നോക്കുമ്പോൾ ഈ വളരെ തിരക്കേറിയ മേഖലയിൽ പ്രകാരം ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറയിലേക്ക് ഇന്ന് പ്രത്യേകിച്ച് സമയം വേർതിരിച്ച് ഇപ്രകാരം കടന്നില്ല. സർവശക്തനായ ദൈവം എല്ലാവരുടെ അവസരം നൽകി. ഒരുപക്ഷെ ആൾക്കാരുടെ എണ്ണത്തിലല്ല, ആത്മാവിന്റെ ഒരുക്കത്തിലാണ് ദൈവം പ്രസാദിക്കാൻ പോകുന്നത്. ജനങ്ങളുടെ എണ്ണത്തിലല്ല, ആത്മാവിന്റെ ഒരുക്കത്തിലാണ് ഞാൻ പോകുന്നത്. ദൈവം നമ്മോട് സംസാരിക്കാനായിട്ട് പോകും. അതുകൊണ്ട് പ്രഥമ ദിശയിൽ തന്നെ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും പ്രാർത്ഥനയിലൂടെ നമ്മൾ ഒരുമിച്ച് വചനം പഠിക്കുവാനാണ് പോകുന്നത്. ഒരുമിച്ച് നമ്മളധികം വചനം പഠിക്കുവാനാണ് പോകുന്നത്. പ്രിയമുള്ളവരെ, തീർച്ചയായും പരിശുദ്ധാത്മാവിന്റെ നമ്മളോട് ഇടപെട്ട് പരിശുദ്ധാത്മാവിന്റെ നമ്മളോട് സംസാരിക്കുക. ഇത് നമ്മെ പ്രത്യേകിച്ച് സമയങ്ങളിലേക്കുമ്പോൾ ഈ സമയം ഒരിക്കലും വൃഥാവായി മാറി. ഒരിക്കലും നമ്മൾ നിയോഗിച്ച വേർതിരിച്ച സമയം എന്ത് ചെയ്തത് ഒരിക്കലും വൃഥാവായി മാറാൻ പാടില്ല. ഈ സമയം എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിൽ വചനം വീഴുമ്പോൾ അങ്ങനെ കിടക്കും. നല്ല നിലത്തുകൾ പോലെയും തുടർന്നുള്ള നിമിഷങ്ങളിൽ 30, 40, 100 മേഖല ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ട്. നമ്മൾ ഇത്രമാത്രം ചെയ്താൽ മതി. പ്രാർത്ഥനയിലൂടെ കഥാകൈകാലത്തെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്നുള്ള പ്രാർത്ഥനയിലൂടെ. ഒരുപക്ഷെ ഭയങ്കര സമയമാണ്, ഇന്ന് മഴയുണ്ടായത്, മനസ്സ് പറയും, പറഞ്ഞിരിക്കാൻ പറയും, അപ്പോൾ ശരീരത്തിൽ പറയും, ഉറങ്ങാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യണം? ശരീരത്തോട് പറയണം, ഉറങ്ങരുത്. എന്താണ്? നമ്മൾ ശരീരത്തോട് കൂടെയാണ് എന്ത് ചെയ്യുന്നത്? ദൈവത്തെ ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഉറങ്ങാതിരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റട്ടെ? ദൈവത്തിന്റെ വചനം പഠിക്കുവാനായിട്ട് ദൈവം സഹായിക്കും. ഒരു നിമിഷം ഇരിക്കുന്ന നമ്മുടെ വിഷയങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ടുള്ള വിഷയം. പോസ്റ്റ് ചെയ്ത് ഞാൻ വിശ്വസിക്കുകയാണ്. വളരെ ഈ നാളുകളിൽ കരുതമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. വിഷയത്തിന്റെ പേര് എന്താണ്? വിശ്വാസ ജീവിത യാത്ര. എന്താണ്? വിശ്വാസ ജീവിത യാത്ര. ഇതിൽ 3 പദങ്ങളുണ്ട്. ഒന്ന് വിശ്വാസം, രണ്ടാമത് എന്താണ്? ജീവിതം, മൂന്നാമത്തെ എന്താണ്? യാത്ര. വിശ്വാസം, ജീവിതം, യാത്ര. യാത്ര, ജീവിതം, വിശ്വാസം. ഇത് 3 പരസ്പര പൂരകങ്ങളായിട്ടുള്ള പദങ്ങളാണ്. ഒന്നിനോട് യോജിച്ച് നിൽക്കുന്ന പദങ്ങളാണ്. അപ്പൊ ഇതെങ്ങനെയാണ് യോജിച്ചിരിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് 1-ാം ദിവസം മാത്രമേ ഉള്ളൂ. 1-ാം ദിവസം ഈ 3 പദങ്ങൾ എങ്ങനെ യോജിച്ചിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം യാത്ര ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടെ നടത്തിയ ശേഷം ഇന്ന് 1-ാം ദിവസം ഈ പുറമുള്ള ദിവസങ്ങളിൽ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്, എന്തൊക്കെ ക്രമീകരണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതിനെ കുറിച്ച് നമ്മൾ അറിയാൻ പോകുന്നത്. ഒരിക്കലായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ ഒന്നുകൂടെ ഇപ്പോൾ നമുക്ക് വളരെ അനുഗ്രഹപ്രദമായ പാട്ടുകളൊക്കെ പാടുവാൻ സർവീശ്വരനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരം നൽകി. നമ്മൾ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു പ്രാവശ്യത്തോടെ ദൈവമേ അയച്ചുകൊണ്ട് ദൈവമേ നിർമ്മലമായ ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്നുള്ള പ്രാർത്ഥനയിലൂടെ നമുക്കായിരിക്കാം. പ്രിയമുള്ള ദൈവം നമുക്കിത് അനുഗ്രഹപ്രദമായ അവസരം നൽകിയിരിക്കുന്നു. മറ്റനേകം പേർക്ക് സിദ്ധിക്കാത്ത ഒരു അവസരം. പ്രത്യേകം നമ്മൾ സമയം വേദനിച്ച് ദൈവഭാഗമാകുവാൻ നമ്മൾ തന്നെ സമർപ്പിച്ചു. നമ്മുടെ ആരുടെയും ചിന്തകളിൽ എങ്കിലും ദൈവത്തിന്റെ കൃപയുടെ നിലനിൽപ്പാൻ ദൈവം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ അവസരം നൽകിയിരുന്നു. ദൈവമേ നന്ദി എന്ന് പറയാം. എല്ലാവരും പറയട്ടെ, ദൈവമേ നന്ദി. എന്റെ ജീവിതത്തിൽ ആയുസ്സിന്റെ നാളിൽ സുഖപരാരോഗ്യത്തോടെ ഇന്നെനിക്ക് ദൈവാലയത്തിലേക്ക് കടന്നുവന്നതിനോട് പ്രാർത്ഥിക്കാൻ എന്റെ ആയുസ്സിന്റെ അവസരം നൽകി. ദൈവമേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആരാധനാലയത്തിൽ ഓരോ നിമിഷവും എന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ രൂപാന്തരത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അനുഭവത്തെ അവിടെ നിന്ന് പ്രദാനം ചെയ്യണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചാൽ കൊച്ചുമക്കൾ മുതൽ മുതിർന്നവരെ എല്ലാവരും
ഇതിന്റെ അർത്ഥങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമോ? ആദ്യ നൂറ്റാണ്ടിൽ പ്രവർത്തിച്ച അതേ അനുഭവത്തോടുകൂടെ കർത്താവേ ഐശ്വര്യം ലോകത്തിൽ നടന്നുകൊള്ളും. ആദ്യം എങ്ങനെയാണോ അവിടെ പ്രവർത്തിച്ചത്, ഇന്ന് ഞങ്ങളുടെ ഈ സഭയിലേക്ക് കർത്താവേ അമിതവും അളന്ന പ്രധാന വിഷയമായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പൊന്നാവേ അമിതബലം തരണേ. ആദിയിലെന്ന പൊന്നാവേ അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകളും മരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിലൂന്നി വളർന്നിടുവാൻ. കൃപകളും മരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിലൂന്നി വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും മറിയണമേ. നിൻ ജനം ഉണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും മറിയണമേ. നിൻ ജനം ഉണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. സർവശക്തനും നിത്യനും നീതിമാനുമായിരുന്ന ഞങ്ങളുടെ സൃഷ്ടാവായ ദൈവമേ, ഒരല്പസമയം ഒരുമിച്ച് വരുന്നതിനായിട്ട് പോകുമ്പോൾ വചനം എഴുതപ്പെട്ട അതേ ആത്മാവിനാൽ ഞങ്ങളോട് വന്ന് സംസാരിക്കണമേ. കർത്താവേ, വചനമെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല നിലനിൽക്കുന്ന വ്യക്തികൾ പോലെ ചൂടുമാണ്ടണം അവിടെ നിന്ന് ഞങ്ങളോട് ഉപദേശിക്കണമേ. കർത്താവേ, ഞങ്ങൾ വന്നത് ഹൃദയമല്ല കർത്താവേ, ഹൃദയം നിറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങുവാൻ, ജീവിതത്തിൽ അതിരായിരിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം. അവിടെ വചനങ്ങൾ ഒരുമിച്ച് ചെയ്യട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് പ്രവർത്തിക്കണമേ. സകലമായ സ്തുതിയും കുറിച്ചുകളെല്ലാം മാത്രം സമർപ്പിക്കുമ്പോൾ നസ്രയനായ യേശുക്രിസ്തുവിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ദൈവത്തിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ അറിയുന്നത് പോലെ നമ്മുടെ ജേർണി ഓഫ് ഫെയ്ത്ത്, വിശ്വാസ ജീവിത യാത്രയിൽ നമ്മളെന്താണ് ആയിരിക്കുക. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രകളുടെ ഒരു സമാധാനമാണ്. കളക്ഷൻ ഓഫ് ജേർണീസ്. അല്ലെ, നമ്മൾ ദിവസം എത്ര യാത്രകൾ ചെയ്യുന്നതാണ്. ചെറിയ ചെറിയ യാത്രകൾ മുതൽ വലിയ വലിയ യാത്രകൾ ചെയ്യുന്നവരാണ് നമ്മൾ. പറയുന്നു, ഇന്ന് രാവിലെ എനിക്കിവിടെ തിരുവനന്തപുരത്ത് നിന്നും എന്താണ് ബാംഗ്ലൂർ ഒരു യാത്ര ചെയ്താണ് ഞാൻ ഇന്ന് ഈ ദേശത്തിലേക്കാണ്. അതുപോലെ പള്ളിയിലേക്ക് വരുവാൻ വേണ്ടി നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും ഒരു യാത്ര ആരംഭിച്ചു. നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടായാലും ഒരു ലക്ഷ്യം ഉണ്ടായാലും ആ ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ചാണ് ചെയ്യുന്നത്. അവിടെ യാത്ര പൂർത്തീകരിച്ചത് ലക്ഷ്യത്തിൽ ബോധ്യത്തോടെയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും ദേവാലയത്തിലേക്കാണ് പ്രദേശം നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിലൂടെ യാത്ര ചെയ്യണം. എന്താണ് വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ്. ചിലരൊക്കെ സ്കൂട്ടറിലുണ്ടാവും, ചിലർ ബൈക്കിലുണ്ടാവും, ചിലർ കാറുകളുണ്ടാവും. നമുക്ക് വിശ്വാസം ഉണ്ടായാലും
ശരി, ഒരു യാത്ര എപ്പോഴാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്? അപ്പൊ എന്തൊക്കെയാണ് ഒരു യാത്രയിൽ എപ്പോഴാണ് യാത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്? ഒന്നാമത്തെ കാര്യം, എങ്ങോട്ടാണ് പോകുന്നത് അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഉദാഹരണത്തിന് നിങ്ങൾ പോകുന്നത് കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്കുള്ള യാത്രയെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആണോ? എന്താ കാര്യം? കണ്ടോൺമെന്റ് സ്റ്റേഷൻ ഇൻട്രസ്റ്റിംഗ് അല്ല. പക്ഷെ കൊടൈക്കനാലിലേക്കാണ് പോകുന്നത് യാത്ര വളരെ വർണ്ണമാണ് അല്ലേ? വളരെ മനോഹരമാണ്, ചലഞ്ചിങ് ആണ്, വളരെ അപൂർവമായ ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് യാത്രയിൽ എന്താണ് വളരെ പ്രാധാന്യം. ശരിയാണല്ലോ. എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് യാത്രയ്ക്ക് എന്താണ് വളരെ പ്രാധാന്യം. രണ്ടാമത്, ആരോടൊപ്പമാണ് പോകുന്നത്? എന്താണ് ആരോടൊപ്പം? അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോയാൽ ഒറ്റയ്ക്ക് പോയിട്ട് കാര്യം അറ്റ്ലീസ്റ്റ് നമ്മൾ കുടുംബമായിട്ടെങ്കിലും പോകണം. പക്ഷെ ഇവിടെ വലിയ കുടുംബമായിട്ടാണ് പോയിരിക്കുന്നത്, സഭയായിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ആരോടൊപ്പമാണ് പോകുന്നത് അത് യാത്രയുടെ എന്താണ് ഏറ്റവും വലിയ. ഒന്നാമതാണ് എങ്ങോട്ടാണ് പോകുന്നത്, രണ്ടാമതാണ് ആരോടൊപ്പമാണ് പോകുന്നത്, മൂന്നാമതാണ് എങ്ങനെയാണ് പോകുന്നത്. ഇതാണ് എങ്ങനെ. അപ്പോൾ പറയുകയാണ് നമ്മൾ പോകുന്നത് ബൈക്കിലാണ് പോകുന്നത്, ഇൻട്രസ്റ്റിംഗ് ആണ്. ചിലപ്പോൾ യുവാക്കൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, പക്ഷെ മുഖത്തൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പക്ഷേ ബസ്സിലാണ് പോകുന്നത് പറയുമ്പോൾ 50 പേര് ഇറങ്ങുന്ന ഒരു ബസ് അല്ലെങ്കിൽ 31 സീറ്റുള്ള ഒരു ബസ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ തന്നെ ഒരു ഫെലോഷിപ്പുണ്ട്. ബസ് യാത്ര ഒരു വലിയ ഫെലോഷിപ്പാണ്. അപ്പൊ എങ്ങനെയാണ് പോകുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത് എന്ന് കേൾക്കുമ്പോഴാണ് വീണ്ടും സന്തോഷം. ഒന്നാമത്തെ കാര്യം, എങ്ങോട്ടാണ് പോകുന്നത്, രണ്ടാമത്തെ കാര്യം, ആരോടൊപ്പമാണ് പോകുന്നത്, മൂന്നാമത്തെ കാര്യം, എങ്ങനെയാണ് പോകുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിലും നമ്മുടെ യാത്രയോട് ഉപമിച്ചു കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങളുടെ വളരെ പ്രസക്തിയുണ്ട്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, നമുക്കറിയാം, നമ്മൾ വിശദീകരിച്ച് പഠിക്കാൻ പോകുന്നത്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, രണ്ടാമത്തെ കാര്യം നമ്മൾ ആരോടൊപ്പമാണ് പോകുന്നത്, മൂന്നാമത്തെ കാര്യം നമ്മൾ എങ്ങനെയാണ് പോകേണ്ടത്, എല്ലാ യാത്രകളിലും ഇത് 3 എന്താണ് വളരെ ദക്ഷിണമാണ്, ഒഴിച്ചുകൂടാൻ കഴിയാത്ത 3 കാര്യങ്ങളാണ്. അപ്പോ ഈ യാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട ഒരു കാര്യം, നമ്മുടെ യാത്ര എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ യാത്രയാണ്. ഒരിക്കലും പക്ഷേ നിങ്ങളിത് വായിച്ചൊരു സാക്ഷ്യമാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ വായിച്ചൊരു സാക്ഷ്യമാണ്. ഒരിക്കലും ഒരു പെൺകുട്ടി ഒരു യാത്ര നടത്തും, ഒരു വിദ്യാർത്ഥിയാണ്, കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി. എന്നും ആ പെൺകുട്ടി എന്ത് ചെയ്യും, കോളേജിൽ നിന്ന് വളരെ നേരത്തെ എന്ത് ചെയ്യും വീട്ടിലേക്ക്. പക്ഷെ ഒരു ദിവസം ലാബിൽ കുറച്ച് വർക്കൊക്കെ ഉള്ളത് കൊണ്ട് അന്നത്തെ ദിവസം എന്ത് ചെയ്യും, കോളേജിൽ നിന്ന് വീട്ടിലേക്ക് എത്താൻ അല്പം ലേറ്റായി. പപ്പയോട് പറഞ്ഞു, പപ്പ ഞാൻ അല്പം ലേറ്റാവും, പപ്പ എന്ത് ചെയ്യണം, വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ എന്ത് ചെയ്യണം, ജംഗ്ഷനിലേക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ വളരെ ബസ് കയറി ഒത്തിരി വീട്ടിൽ പോയിട്ടുണ്ട്. ഭയങ്കര സമയമാണ്. ഈ വളരെ യാത്ര ചെയ്ത് ബസ്സിൽ യാത്ര ചെയ്ത് എന്റെ ജംഗ്ഷനിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഈ മകളുടെ ജംഗ്ഷനിൽ ഇറങ്ങി കുറച്ച് ദൂരം നടന്ന് കുറേ മരങ്ങളുള്ള സ്ഥലങ്ങളിൽ ചെറിയ കാടുകൾ അല്ലെങ്കിൽ പ്രദേശമാണ് കുറച്ച് പേര് അത് താണ്ടി വേണം വീണ്ടും വീട്ടിലേക്ക് പോകാൻ. പപ്പയെ കണ്ടില്ല. ഈ മകൾ ശ്രദ്ധിക്കുക, ഈ മകൾ പ്രാർത്ഥനകളോട് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകളാണ്. ഈ യാത്രകളെ പ്രാർത്ഥിച്ചുകൊണ്ട് മുൻപോട്ട് പോകും. നോക്കിയപ്പോൾ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ മലയോര പ്രദേശത്തിന്റെ ഭാഗത്തേക്ക് എത്തി. അപ്പോൾ നോക്കിയപ്പോൾ കണ്ടതെന്ന് പറയുന്നത് ആ പെൺകുട്ടി കണ്ടതെന്ന് പറയുന്നത് ആ വനത്തിന്റെ ആ കാട് പോലെയുള്ള സ്ഥലത്ത് നടുക്ക് ആരോഗ്യ ദൃഢഗാത്രനായ വളരെ ജിമ്മായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനെ നൽകുകയാണ്. കാണാൻ തന്നെ ഒരു കൃത്യന് മുൻപോട്ട് ഈ പെൺകുട്ടിക്ക് തോന്നി, ഞാൻ ഇവിടെ ഇങ്ങനെ നടന്ന് ഈ മനുഷ്യന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്നെ ഈ മനുഷ്യൻ എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഒരു ബോധ്യമാണുണ്ടായിരുന്നു ഈ മോളുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു നിമിഷം യാത്രയിൽ നിർത്തി, അല്പസമയത്തേക്ക് യാത്ര നിർത്തി. പപ്പ വരുന്നുണ്ടോ, ആരോടൊപ്പം യാത്ര, പപ്പ വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. പക്ഷെ പപ്പ വന്നില്ല. പപ്പ അവിടെ എത്തിയില്ല. ഈ മകളെന്ത് ചെയ്തു, അവിടെ നിന്നുകൊണ്ട് എന്റെ പപ്പയെ, സ്വർഗത്തിലിരിക്കുന്ന പപ്പയെ എന്ത് ചെയ്തു, ഒന്ന് വിളിച്ചു. അപ്പ എന്നെന്ത് ചെയ്തു, നമുക്കറിയാം എപ്പോഴും വിളിച്ചാലും വിളിയെടുക്കുന്ന അപ്പ നമ്മോടൊപ്പം പിതാവെ വിളിച്ചു. എപ്പോഴും വിളിക്കുന്നവർക്ക് മാത്രമേ മറ്റൊരാളുള്ളൂ. എപ്പോഴും ദൈവമായിട്ട് സമ്പർക്കമുള്ളൂ. പ്രത്യേകിച്ച് ദാനിയേലിന്റെ പ്രാർത്ഥന ഉള്ളവരും വ്യക്തമാണ്. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ് ദാനിയേൽ. അതുകൊണ്ട് തന്നെ എപ്പോഴും അപാതെ വിളിച്ചാൽ പെട്ടെന്ന് ഈ മകൾക്ക് തോന്നി ഇനി മുമ്പോട്ട് പോകാൻ. ദൈവം പറഞ്ഞു നീ മുമ്പോട്ട് പോകാൻ. ഈ മകൾ മുമ്പോട്ട് പോയി. ഈ മനുഷ്യൻ ചെയ്തില്ല, അവിടെ നിൽക്കുന്നതല്ല
യാത്ര പൂർത്തീകരിച്ചു. ഏകദേശം വീടിനടുത്തായപ്പോൾ അപ്പയ്ക്ക് എന്താണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അസ്വസ്ഥത പോലെ തോന്നിയതുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പയ്ക്ക് വരാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വീട്ടിലേക്ക് എത്തി. വീട്ടിൽ വന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പയോട് ഇങ്ങനെ പറയുകയാണ്, പപ്പ വരാതെ വല്ലാതെ വിളിച്ചു. പക്ഷെ ഞാൻ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ചു. തൽഫലമായിട്ട് ഇവിടെ എത്താൻ പറ്റി. ഒരു മനുഷ്യൻ എന്നെ വല്ലാതെ വഴിവിച്ചു. പക്ഷെ ദൈവം എന്നെ വഴി നടത്തിയിട്ടുണ്ട്. അപ്പോഴാണ് അവരെന്ത് ചെയ്യാൻ ഫ്ലാഷ് ന്യൂസിൽ ടിവിയിൽ ഇങ്ങനെ ഒരു വാർത്ത കാണുകയാണ്. തങ്ങളുടെ ദേശത്ത് നടക്കുകയാണ് എത്ര സംഭവം നടന്നിരിക്കുന്നു എന്നുള്ള ഒരു സംഭവ നേരത്തിന് ശേഷമാണ് കാണുന്നത്. അപ്പൊ പെട്ടെന്ന് മനസ്സിലായി എനിക്ക് നാട് ഒരു ക്രൂരമായ സംഭവം നടന്നിരിക്കുന്നു. ഈ ക്രൂരതയ്ക്ക് കാരണമാണ് ഈ മനുഷ്യനാണ് കുട്ടി മനസ്സിലായി. ഉടനെ പപ്പയോട് പറഞ്ഞു, പപ്പ ഇതാരാണെന്ന് എനിക്കറിയാം, നമ്മുടെ ദേശത്ത് തന്നെയാണ് സംഭവിച്ചത്, ഇവിടെ വെച്ചാണ് സംഭവിച്ചത് എനിക്കറിയാം, ഇന്ന സമയം എനിക്ക് ഏറെ നിശ്ചയമുണ്ട്, നമുക്ക് ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്താം, പോലീസിനോട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുകാരെ സമീപിച്ചു. ഈ മനുഷ്യനെ കുട്ടിക്ക് മനസ്സിലായി ഈ മനുഷ്യൻ തന്നെയാണ് ഈ ക്രൂരതയ്ക്ക് ഒരു മോഷണം, ഒരു കവർച്ച, ഒരു മനുഷ്യനെ അടിച്ച് പരിക്കേൽപ്പിച്ച് കവർച്ച നടത്തിയിരിക്കുകയാണ് ഈ മനുഷ്യൻ. ഉടനെ ഈ മകളുടെ ഈ ക്രിമിനലായിട്ടുള്ള വ്യക്തിയെ കുറിച്ച് ജയിലിൽ അടച്ചു. നമ്മളിവിടെ ഈ സാക്ഷ്യത്തിന്റെ ഒടുവിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെ കുറിച്ചാണ് ഞാൻ യാതൊരു ഈ സംഭവ സാക്ഷ്യത്തെ പറയുന്നതായിട്ട് ഉപയോഗിക്കുന്നത്. ഈ മകളുടെ ഒരു ആഗ്രഹം എന്തുകൊണ്ടാണ് തൊട്ട് ഒരു മണിക്കൂർ മുമ്പേ ഇതേ സംഭവം, അതായത് ഈ മാർഗത്തിൽ നിന്നാണ് ഈ മനുഷ്യന്റെ മുന്നിലുള്ള യാത്ര ചെയ്ത് പോവുകയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ എന്തുകൊണ്ട് തന്നെ ഒന്നും ചെയ്തില്ല? നമുക്കുണ്ടാവുന്നില്ല സംശയം, തന്നെ എന്തുകൊണ്ട് ഒന്നും ചെയ്തില്ല എന്നുള്ള ഒരു ചോദ്യമാണുണ്ടായി ഈ മകളുണ്ട്. അങ്ങനെ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ വേണ്ടി ഈ മകൾ എന്ത് ചെയ്യുകയാണ്? പപ്പയെ കൊണ്ട് ഈ മനുഷ്യനെ കാണേണ്ട പോയി ജയിലിൽ പോയപ്പോൾ ഈ മനുഷ്യനെ കൊല്ലിയിരിക്കുകയാണ്. ഈ മനുഷ്യനോട് ചോദിച്ചു, പ്രിയ സഹോദര, താങ്കൾ ഈ ഹീനമായ കുറ്റകൃത്യം ചെയ്യുന്നതുകൊണ്ട് തൊട്ടുകൊണ്ട് ഞാൻ അങ്ങയുടെ മുമ്പേ ഇങ്ങനെ നടന്നു പോയതാണ്. പക്ഷെ എന്തുകൊണ്ട് എന്നെ ഒന്നും ചെയ്തില്ല എന്ന് ഈ മനുഷ്യനോട് ചോദിച്ചു. ഈ സഹോദരി ചോദിച്ചു. പ്രിയമുള്ളവരെ, ഇതെന്താണ് സംഭവമാണ്? ഈ മനുഷ്യൻ പറയുകയാണ്, അതിന് നീ ഒറ്റയ്ക്കായിരുന്നില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പെൺകുട്ടിയോട് ഈ ആരോഗ്യപ്രദാതനായ മനുഷ്യൻ പറയുകയാണ്, അതിന് നീ ഒറ്റയ്ക്കായിരുന്നില്ലല്ലോ. അപ്പൊ ചോദിച്ചു, ഒറ്റയ്ക്കോ? അപ്പോ അല്ലാതെ അത്ഭുതമല്ലോ. അപ്പൊ പറഞ്ഞു, മനുഷ്യൻ പറഞ്ഞു, എന്നെക്കാളും ശക്തന്മാരായ രണ്ടുപേരെ വിത്ത് ആർംസ്, ആയുധങ്ങൾ ധരിച്ച എന്നെക്കാളും, പക്ഷേ എന്നെക്കാളും ആയുധങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്നെക്കാളും സൈസുള്ള രണ്ടുപേരെ നിന്റെ വലത്തും ഇടത്തും എന്നാലും പറഞ്ഞു. ഈ മനുഷ്യന്മാരോട് പെൺകുട്ടിയിലേക്ക് അവിടെ കരയാൻ തുടങ്ങി. അപ്പോൾ കരയാൻ തുടങ്ങി. ആരായിരുന്നു? അതെ, നിന്റെ വലത്തും നിന്റെ ഇടത്തും, അല്ലെ? നമ്മൾ വിടാതെ ഇരിക്കുന്നുണ്ടല്ലോ. ദൈവത്തിനാണ് പോലും ദൈവത്തിന്റെ ദൂതന്മാരെ നമ്മൾ അയച്ചിട്ടുണ്ട്. നമ്മുടെ ദൈവയാത്രയിൽ വിശ്വാസത്തോടുകൂടെയാണ് നമ്മൾ ദൈവയാത്ര തുടങ്ങുന്നത്. നമ്മുടെ യാത്ര ചെയ്യുന്ന നിരക്ക് നമ്മുടെ ചെറിയ രീതിയിൽ എത്രയോ അപകടങ്ങൾ നിറഞ്ഞ വഴികളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പക്ഷേ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ച് വലത്തോ ഇടത്തോ എവിടെയെങ്കിലും നമ്മൾ വീഴാതെ നമ്മൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും ചെയ്യുന്നത് എന്റെ ഡ്രൈവിംഗ് സ്പീഡിലൂടെയാണ് തന്നെയാണ് എന്താണ് നമ്മുടെ ഡ്രൈവിംഗ് സ്പീഡിലുണ്ട്. പക്ഷേ അതിനപ്പുറമായിട്ട് സ്പീഡുമായിട്ടുള്ള ഒരു കർത്തൻ നമ്മോടൊപ്പം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ യാത്ര
വിശ്വാസത്താൽ. നമുക്കെല്ലാവർക്കും അറിയാനുള്ള ഒരുപാട് ജീവസഞ്ചാരിക അല്ലേ മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും സിയോൻ സഞ്ചാരിക യേശുവിൽ ചാരിക കുരിശിന്റെ പാതയിൽ. ഈ പാട്ട് എന്താണെന്നുള്ളത് പറയുന്നത് ഇവിടെ ഞാൻ വളരെ സന്തോഷമാണ് വന്നപ്പോ അച്ഛൻ്റെ നേതൃത്വത്തിൽ കുറെ പാട്ടുകളൊക്കെ പാടാം. ഈ പാട്ടുകൾക്ക് ചില കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ട്. ദൈവഭക്തന്മാര് ഈ പാട്ടുകൾ ചെയ്യുന്നത് വെറുതെ പറയില്ല. അവരുടെ യുക്തമായ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് സത്യമായ അനുഭവങ്ങളിൽ നിന്നാണ് ഇരിക്കുന്നത്. ഓരോ പാട്ടുകൾക്കും ഓരോ പശ്ചാത്തലമുണ്ട്, ഓരോ കോൺടെക്സ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ ജനറേഷൻ ഈ പാട്ടുകൾ എങ്ങനെയാണ് ഉന്നതമായിരിക്കുന്നതാണ് വിധേയപ്പെടുന്നത്. അപ്പോ ഈ പാട്ട് അടിസ്ഥാനപ്പെടുത്തിയതാണ് 2:5 കാഴ്ചയായ വിശ്വാസത്താലെയാണ് നമ്മുടെ യാത്ര. എന്താണ് ശ്രദ്ധിക്കുക, നമ്മുടെ യാത്ര സാധാരണ ചെയ്യുമ്പോൾ നമ്മുടെ യാത്രയുടെ പ്രോഗ്രഷൻ നമ്മൾ അറിയുന്നത് ഏത് സെൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്? യാത്രയുടെ പ്രോഗ്രഷൻ ഒരു യാത്രയുടെ പ്രോഗ്രഷൻ നമ്മൾ മനസ്സിലാക്കുന്നത് 5 സെൻസിൽ ഏതാണ്? കണ്ണെന്നുള്ള സെൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് യാത്രയുടെ പ്രോഗ്രഷൻ. എത്ര മാത്രം യാത്രയിൽ മുന്നേറി. ഉദാഹരണത്തിന് നമ്മൾ യാത്രയുടെ പോയി കഴിക്കും, കണ്ണു തുറന്ന് നോക്കുമ്പോൾ യാത്രക്കാരൻ വണ്ടി ഓടി, പക്ഷെ കണ്ണു തുറന്ന് നോക്കി പെട്ടെന്ന് മനസ്സിലാക്കി അപ്പോൾ മനസ്സിലായി കണ്ണുകൊണ്ടുള്ള പ്രോഗ്രഷൻ, കണ്ണുകൊണ്ടുള്ള യാത്രയാണ് നമ്മൾ. പക്ഷേ പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം കണ്ടുകൊണ്ട് നോക്കിയാൽ അറിയാൻ പറ്റില്ല. യാത്രയുടെ പ്രോഗ്രഷൻ അറിയാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. മറ്റ് യാത്ര പോലെയല്ല വിശ്വാസ ജീവിതയാത്ര. നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ നല്ല നേത്രമുണ്ട്. അതാണ് ഭക്തൻ പറയുന്നത്, അതാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത നമ്മളോട് പറയുന്നത്. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്. ഞാൻ നടക്കുന്ന യാത്രയാണ്, ഇത് മോക്ഷത്തിന്റെ യാത്രയാണ്. പക്ഷേ ഈ യാത്ര എനിക്ക് എന്റെ കാഴ്ച നോക്കിയാൽ പറ്റില്ല, കാണാൻ പറ്റില്ല. പക്ഷേ എനിക്ക് വിശ്വാസത്താൽ അറിയാം എത്രമാത്രം ഈ യാത്ര ചെയ്യുന്നത് ഞാൻ പ്രോഗ്രഷൻ ചെയ്തിട്ടുള്ളത്. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. ഈ വിശ്വാസം എന്ന് പറയുന്നത് 6th sense of a Christian. ഇതാണ് 6ാം ഇന്ദ്രിയം. ഒരു വിശ്വാസിയുടെ 6ാം ഇന്ദ്രിയമായത് വിശ്വാസം എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ഇന്ദ്രിയമില്ലാതെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലുണ്ടാവണം ഈ യാത്രയ്ക്ക് ഒരു പ്രോഗ്രഷൻ ഉണ്ടാവണം. കേട്ടോ, കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഓരോ ദിവസവും ഈ ജേണിക്ക് നമ്മൾ എന്താണ് ഒരു പ്രോഗ്രഷൻ ഉണ്ടാവും. ഇന്ന് നിന്ന പോലെയല്ല നിൽക്കേണ്ടത്. ഇന്ന് നിൽക്കുമ്പോൾ ഇന്നൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അടുത്ത ദിവസം അടുത്ത ലക്ഷ്യം നമ്മളില്ല. പുറകിലോട്ടാണോ മുന്നോട്ടാണോ വേണ്ടത്? യാത്ര എപ്പോഴുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, മുന്നിലോട്ടുള്ള അഡ്വാൻസ്. ഓക്കെ, ഡെസ്റ്റിനേഷൻ എപ്പോഴുള്ളതാണ് നമ്മൾ മുമ്പിലേക്കാണ്. ഗൂഗിൾ മാപ്പ് ഇട്ടാലും എപ്പോഴും മുമ്പിലേക്കാണ്. ഏറ്റവും ഷോർട്ടസ്റ്റ് വേ ആയിരിക്കും മുമ്പിലേക്ക് യാത്ര കാണിച്ചുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, വിശ്വാസ യാത്ര എങ്ങനെയാണ്? നമ്മുടെ കാഴ്ച കൊണ്ട് നമുക്ക് അത് കാണാൻ പറ്റത്തില്ല. പക്ഷേ വിശ്വാസത്തിന്റെ യാത്ര നമ്മൾ യാത്ര ചെയ്തേ പറ്റൂ. അത് പ്രോഗ്രഷന്റെ യാത്രയാണ്. ഈ മാത്രം എങ്ങനെയാണ്? എങ്ങോട്ടാണ് ഞാൻ പോകുന്നത്? എന്താ പറയുന്നത്? എങ്ങോട്ടാണ് പോകുന്നത്? മോക്ഷയാത്രയാണ്. എങ്ങോട്ടാണ് പോകുന്നത്?
പോകുന്നു കുരിശിന്റെ പാതയിൽ. കുരിശിന്റെ പാതയാണ്. കുരിശിന്റെ പാത ക്രിസ്തുവിന്റെ പാത. എന്റെ കുടുംബത്തിലെ അംഗമായി ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്റെ സഭയിലെ ഒരു അംഗമായി
ദേശത്തിലേക്ക് വരുമ്പോൾ ദേശത്തിലേക്ക് വരുന്ന ഓരോ പ്രൊഫഷൻസിലേക്ക് വരുമ്പോൾ പ്രൊഫഷണൽ മേഖലയിൽ വരുമ്പോൾ ശ്രദ്ധിക്കാൻ ഡിഫറെന്റ് റോൾസ് നമുക്കുണ്ട്, വ്യത്യസ്തമായ റോൾസ്. ഈ റോളുകളെല്ലാം കൃത്യതയോടെ പൂർത്തീകരിക്കേണ്ടതാണ് നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ പ്രാർത്ഥന തന്നെയായിരിക്കണം. ഈ വിശ്വാസ ജീവിതയാത്രയിൽ എന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നെങ്കിൽ അതിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്, ദൈവം തന്നെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, ദൈവം ചില ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ കുടുംബനാഥനായിട്ട് എന്റെ മക്കളെ വളർത്തിയെടുക്കുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. മക്കൾ എന്തിനാണ്? എന്റെ അപ്പനെ അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട്, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്റെ സഭയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാനാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ പല കാര്യങ്ങളും ഈ വിശ്വാസ ജീവിത യാത്രയിൽ ചില കാര്യങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ അത് ശിരസാറിച്ച് ദൈവമേ ഞാൻ ഇറയാമല്ലോ, ദൈവമേ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അതെല്ലാം ചെയ്യുവാനെന്താണ് ഞാൻ തയ്യാറാണ് എന്നുള്ള ബോധത്തോടെയാണ് ഈ വിശ്വാസ ജീവിത യാത്ര. തയ്യാറാണോ? ഈ വിശ്വാസ ജീവിത യാത്ര എളുപ്പമാണോ പാടാണോ? ഈ പറഞ്ഞ കാര്യങ്ങൾ എളുപ്പമല്ല. എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ വിശ്വാസ ജീവിത യാത്രയിൽ കുരിശിന്റെ പാതയിൽ പോകുന്നു. കുരിശിന്റെ പാതയിൽ ആണോ? കുരിശിന്റെ പാത ഒരിക്കലും എളുപ്പമുള്ള പാതയില്ല. പക്ഷേ കുരിശിന്റെ പാതയിൽ എളുപ്പമുള്ളതായിട്ട് മാറും. നമ്മൾ എങ്ങോട്ട് നോക്കണം? ഇങ്ങോട്ടാണ് നോക്കേണ്ടത്. കുരിശിലേക്ക് നോക്കണം. ലോകത്തേക്ക് നിങ്ങൾ നോക്കരുത്. ലോകത്തേക്ക് നോക്കിയാൽ മനസ്സിലായോ? ഈ യാത്രയിൽ, ഈ മോക്ഷയാത്രയിൽ നമ്മൾ നോക്കേണ്ടത് എവിടെയാണ്? ക്രൂശിതനായി യേശുവിനെ നോക്കണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ യേശുവിനെ ജയിച്ചിരിക്കുകയാണ്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുകയാണ്. ഞാൻ എന്തിരിക്കുകയാണ്? ലോകത്തെ ജയിച്ചു. നിങ്ങൾക്കും ലോകത്തെ ജയിക്കുവാനായി കഴിയും. പക്ഷെ എന്താണ്? എന്റെ പിന്നാലെ നിങ്ങൾ വരണം. പക്ഷെ നമുക്ക് വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നതാണ്, ഈ യാത്ര നമ്മൾ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ നോക്കും, ഇങ്ങോട്ട് നോക്കും. ശ്രദ്ധിക്കുക, നമ്മളൊരു വാഹനം ഓടിച്ചോണ്ട് പോകുമ്പോൾ കൃത്യതയുള്ള ഡ്രൈവർ എപ്പോഴും നോക്കത്തുള്ളൂ, സ്ട്രെയിറ്റ് മാത്രം നോക്കത്തുള്ളൂ. പല അപകടങ്ങളും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കണ്ണുകളെ മഞ്ഞളിപ്പിക്കുന്ന രീതിയിലുള്ള വർണ്ണങ്ങളും ചില കാഴ്ചകളും റോഡിന്റെ രണ്ട് വശത്തുള്ള എപ്പോഴെങ്കിലും ഒരു മാത്രം നമ്മൾ ഈ ദൃഷ്ടി നമ്മൾ അങ്ങോട്ട് പതിക്കുമ്പോൾ സെക്കൻഡിൽ 10 സമയം പോലും വേണ്ട വണ്ടി പോകാനായിട്ട്. ഇതുപോലെയാണ് വിശ്വാസ ജീവിത യാത്രകൾ. നമ്മൾ ഈ യാത്രയെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ സുഖങ്ങളുണ്ട്, ഈ ലോകത്തിന്റെ സുഖങ്ങൾ അഭിനയിച്ചുകൊണ്ട് നമ്മൾ എപ്പോൾ പോകുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ യാത്ര ഒന്ന് ദൃഷ്ടി പതിച്ചു കഴിഞ്ഞാൽ അപ്പമാണെങ്കിൽ തകടമാണ്. വീണ്ടും അവിടെ നിന്നാണ് പൊടിയിലൊക്കെ എഴുന്നേറ്റ് കുരിശിലേക്ക് നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ യാത്ര പൂർത്തീകരിക്കാനേ പറ്റുള്ളൂ. കുരിശിലേക്ക് നോക്കുമ്പോൾ എന്തിനുള്ള ഉത്തരമാണ്? ഈ ലോകത്തിന് ഒരു ഉത്തരം, എല്ലാ ചോദ്യങ്ങളും ഉത്തരം പോലെയുണ്ട്. കുരിശിന്റെ പാതയിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുണ്ട്. അടുത്ത പറഞ്ഞെടുക്കാം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ദൈവത്തിന്റെ ദാനമത്രയാകും. അപ്പോ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതാണ് നമ്മുടെ കഴിവുകൊണ്ടാണ്, അല്ല നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ്, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണോ? ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നതാണ്. ദൈവത്തിന്റെ ദാനമാണ്, അല്ലെ? ദൈവത്തിന്റെ ദാനമാണ് ദൈവം. ഈ യാത്രയിൽ നമുക്ക് പങ്കുചേരാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ ദാനമാണ്. ഒന്നാമതാണ് നമ്മൾ ഒരുമിച്ച് ജനിച്ചത്. ഈ യാത്രയിൽ ഞാൻ ഉണ്ടാകാനുള്ള ആരുടെ തെരഞ്ഞെടുപ്പാണ്? ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പല്ല. ഓക്കെ, ഈ യാത്രയിൽ, ഈ വിശ്വാസ ജീവിത യാത്രയിൽ ഞാൻ ഇങ്ങനെയായിരിക്കണം എന്നുള്ള തെരഞ്ഞെടുപ്പാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. രണ്ടാമത് പ്രകാരമാണ് ഈ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ കഴിവുകൊണ്ടല്ല, ആരുടെ കഴിവുകൊണ്ടാണ്? ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ് ഈ യാത്രയിൽ എനിക്ക് ഇത്ര ദൂരമെങ്കിലും സഞ്ചരിക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ജീവിതം, മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് 21-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് സൈബർ യുഗമാണ്. സൈബർ യുഗം, അല്ലെ? ഇപ്പോ ടെക്നോളജി ഇങ്ങനെ
മരിക്കാൻ കിടക്കുന്ന സമയത്താണ് ചെയ്യുന്നത്. ഡോക്ടർമാർ മരിച്ചു പോകുക. ഓക്കെ, മരണത്തിന്റെ താഴെ വെച്ച് അവർ പറയാണ് ഭൂമിയിൽ താഴ്വരയിൽ കൂടി നടന്നാലും എന്താണ് നിനക്ക് ഒരർത്ഥവും സംഭവിക്കില്ല. കാരണം എന്താണ്? എന്നോട് കൂടെ പ്രിയമുള്ളവരെ, അതുവരെ ഞാൻ ചിന്തിച്ചതാണ് കുറച്ചിങ്ങനെ വായിച്ചു പഠിച്ചൊക്കെ ചിന്തിച്ചു ദൈവം ഇല്ല, നമ്മുടെ ശരിയാണ്, നമ്മുടെ യുക്തിയാണ്, മനുഷ്യനല്ലാതെ സംഭവം വിചാരിച്ചു. അല്ലേ, മനുഷ്യനല്ലാതെ സംഭവം വിചാരിച്ചു. പക്ഷേ കണ്ണനയുടെ താഴെ വെച്ച് ആ പ്രകാശത്തെ കാണാൻ ദൈവം ഒരു തിരിച്ചറിവുണ്ട്. ശ്രദ്ധിക്കുക, ദൈവമുണ്ട്, ദൈവമുണ്ട്. നമ്മുടെ ജനറേഷനോട്, നമ്മുടെ തലമുറയോട് സ്നേഹത്തോടെ മാതാപിതാക്കളെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്റെ മകനെ, എന്റെ മകളെ, എന്നെ അറിഞ്ഞ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നിന്നെ അറിയണം. ഈ ആരോഗ്യത്തെ അന്വേഷിക്കണം. എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയമക്കളെ, ദൈവമുണ്ട്. തീർച്ചയായും ആ ദൈവത്തെ, ജീവിക്കുന്ന ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. പക്ഷേ നമ്മുടെ വിശ്വാസം എത്രമാത്രം ശോഷിച്ചിരിക്കുന്നു? എന്നെയും നിങ്ങളുടെ വിശ്വാസം അതൊക്കെ ഞാൻ പറയാം. ഒരു മഴ പെയ്താൽ തീരുന്ന വിശ്വാസമുള്ളൂ അല്ലെ? ഒരു മഴ പെയ്താൽ തീരുന്ന വിശ്വാസമുള്ളൂ. ഒരു വീടിനോട് മാറിയടിച്ചാൽ തീരുന്ന വിശ്വാസമുള്ളൂ അല്ലെ? അപ്പൊ ഈ മോക്ഷയാത്രയിൽ എത്രമാത്രമാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ശ്രദ്ധിക്കുക, എന്നിൽ ഞാൻ ഉള്ളത്, ദൈവത്തിൽ ഞാൻ നമുക്കറിയാം. വിശുദ്ധ വേദപുസ്തകം, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് കഴിയുന്നു, കാണാൻ കഴിയുന്നു. രണ്ടുപേരെ പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂളിലെ കുട്ടികൾ രണ്ടുപേരെ പ്രാർത്ഥിക്കുന്നു. ഒരു പരിസ്ഥിതി, ഒരു ടാക്സ് അല്ലേ? അവിടെ വന്നറിയാം ഒരു പരീക്ഷണം, ഒരു ശുദ്ധകാരനായിട്ട്. എന്താണ് പരീക്ഷ പ്രാർത്ഥിച്ചത്? ഈ മോക്ഷയാത്രയിൽ ഞാനാണ് ഒന്നാമത്, എന്റെ ശക്തി കൊണ്ടാണ് ഞാൻ ഈ മോക്ഷയാത്ര ചെയ്തത്. ഇത്രയും വിശ്വാസത്തോടെ വയ്ക്കാൻ പറ്റിയത് നിങ്ങളുടെ കൂശിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെന്റെ ശക്തിയാണ്. പക്ഷേ പരീക്ഷ ശുദ്ധകാരൻ എന്ന് പറഞ്ഞു, എന്തില്ല, എന്റെ കഴിവല്ല എന്നൊക്കെ ഒരു പാട്ടാണ്. ഞാൻ എന്താണ്? പക്ഷെ എങ്കിലും അങ്ങനെ സ്നേഹിച്ചു, എങ്കിലും അങ്ങനെ മാനിച്ചു. അപ്പൊ ഇത്രയും നല്ലൊരു സ്നേഹത്തെ ഞാൻ കരുതില്ല ഈ ലോകത്തോട് എടുത്തു കഴിയില്ല. ഈ ലോകത്തിന്റെ സ്നേഹം എങ്ങനെയാണ്? നീ സ്നേഹിച്ചാൽ ഞാൻ സ്നേഹിക്കും, നീ കരുതിയാൽ ഞാൻ കരുതും, നീ ക്ഷമിച്ചാൽ ഞാൻ ക്ഷമിക്കും. ഇതാണ് ലോകത്തിന്റെ പോളിസി. പക്ഷേ നിന്നെ ഞാൻ സ്നേഹിച്ചില്ലെങ്കിലും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഈ സ്നേഹം കൊണ്ട് എന്നെ പൊതിയുമ്പോ പിന്നെ ഞാൻ എന്താണ് ചെയ്യുന്നത്? പ്രിയമുള്ളവരെ, ചിന്തധാരണ പ്രകാരം തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ കുരിശിന്റെ പാതയിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് പറയാണ്, ഈ വിശ്വാസ ജീവിത യാത്ര എന്റെ കഴിവുകൊണ്ടല്ല, ദൈവത്തിന്റെ കഴിവ്. രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചത്. ഈ വിശ്വാസ
യു ആർ നോട്ട് ഓക്കെ. നല്ല പൊസിഷനാണ്, നല്ല ഹെൽത്തിയായിട്ടുള്ള പൊസിഷനാണ്. ഞാൻ ഓക്കെയാണ്, പക്ഷെ നീ ഇല്ല, ഓക്കെ അല്ല. ഇത് ഒരിക്കലും ഒരു ഹെൽത്തിയായിട്ടുള്ള പൊസിഷൻ അല്ല. വീണ്ടും അദ്ദേഹം പറയുന്നു, ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. എന്താണ്? ഞാൻ ഓക്കെ അല്ല, പക്ഷെ നീ ഓക്കെയാണ്. അതൊക്കെ പ്രശ്നമാണുള്ളത്. ഇക്വിലിബ്രിയം കോംപ്ലക്സ് ആണ്. അതായത് ഞാൻ ഒന്നുമല്ല, നീ എല്ലാം ആണെന്ന് പറയുന്ന അവസ്ഥ. അതേ അതുപോലെ ഒരു പ്രശ്നമുണ്ട്. ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. എന്താണ്? ഞാൻ ഓക്കെ അല്ല, നീ ഓക്കെ അല്ല. അത് പ്രശ്നമാണ്. വളരെ പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കുറിച്ച് ചിന്തിക്കാൻ ഒരു സാധ്യതയില്ലാത്ത ഒരു കണ്ടീഷനാണ്. ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ശരിയല്ല. അതിനുള്ളിൽ പറയുന്നു, ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. പ്രിയമുള്ളവരെ, ഈ വിശ്വാസ ജീവിത യാത്രയിൽ നമ്മൾ കരങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ പാടിക്കൊണ്ടുപോയി ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. വൈ? ബിക്കോസ് ഓഫ് ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ് ചെയ്തത്. നമ്മളെല്ലാവരും മാറിയത്, ഞാൻ നീയൊക്കെ എന്താണ് മാറിയത്? ഓക്കെ ആയിട്ട് മാറി. ഒരിക്കലും നമ്മൾ പറയും ഞാൻ ഓക്കെ അല്ല, നീ ഓക്കെ അല്ല. എല്ലാം ഓക്കെയാണ്. വളരെ പോസിറ്റീവോടുകൂടെ എന്ത് ചെയ്യണം? പോസിറ്റീവ് ചിന്താഗതികളോടുകൂടെ ദൈവമാണ് നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടെ എന്ത് ചെയ്യണം? നമ്മൾ കൊണ്ടുപോകും. ഈ ഒരു രണ്ട് കാര്യങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ പ്രതിസന്ധിക്കുവാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഈ യാത്രയിൽ എത്ര വളർച്ചയുണ്ടായിരുന്നു എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, വിശ്വാസ ജീവിത യാത്ര എന്ന് പറയുന്നത് ഇത് നീളം വെച്ചുള്ള സ്പീഡ് വെച്ചിട്ടാണ് പോകുന്നത്. എത്ര ആഴത്തിൽ പോയി മനസ്സിലായി? എത്ര നീളത്തിൽ പോയെന്നുള്ളതല്ല. ഞാൻ എത്രയോ കാലമായിട്ട് ഞാൻ പറയുന്നു, ഞാൻ എത്രയോ കാലമായിട്ട് എത്രയോ തലമുറകളായിട്ട് ദൈവത്തിന്റെ കണക്കിലല്ല. അതൊരു കണക്കല്ല. എന്റെ നിങ്ങളുടെ ജീവിതമല്ല. എത്ര നീളമല്ല, എത്ര ആഴം, എത്ര ഡെപ്തിൽ, എത്ര ആഴത്തിൽ ഞങ്ങൾക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ് ഈ വിശ്വാസ ജീവിത യാത്രയിൽ ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യം. The faith never being tested cannot be trusted എന്നോട് ചൊല്ലുന്നത്. എന്താണ്? പരീക്ഷിക്കപ്പെടാത്ത, പ്രലോഭനപ്പെടാത്ത ഒരു പരീക്ഷ, ഒരു വിശ്വാസം ഉണ്ടല്ല. ഒരു വിശ്വാസം നമുക്ക് പരിഗണിക്കുവാൻ കഴിയില്ല. ശ്രദ്ധിക്കാം. എബ്രായർക്കെഴുതിയ നോക്കാം. എബ്രായർക്കെഴുതിയ 12-ാം അധ്യായം 2-ാമത്തെ വാക്യം നോക്കാമോ? എബ്രായർക്കെഴുതിയ 12:2. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കാം. ആരാണ് നോക്കേണ്ടത്? വിശ്വാസത്തിന്റെ നായകൻ. വിശ്വാസത്തിന്റെ നായകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസത്തിന്റെ നായകൻ എന്ന് പറഞ്ഞാൽ ആദ്യവും ഉണ്ട്. വിശ്വാസത്തിന്റെ ആദ്യവും അന്തവുമാണ് യേശു. പറഞ്ഞാൽ ഓണർ എന്ന് പറയാം. വിശ്വാസത്തിന്റെ ഓണറാണ് ക്രിസ്തുവാണ്. അപ്പൊ വിശ്വാസത്തിന്റെ ഓണറായിരിക്കുന്ന ക്രിസ്തുവാണ് അതിന്റെ നായകൻ. അതിന്റെ പൂർത്തീകരിക്കുന്നവരാണ് ദൈവം, യേശു. യാത്രയിൽ എന്തെയാണ്? യേശുവിനെ നോക്കിയാണ് നമ്മുടെ യാത്രയാണ്. ഈ വിശ്വാസത്തിൽ നമ്മൾ വളരുന്നത് എങ്ങനെയാണ്? അപ്പൊ ഞാൻ വളരെ പ്രൊഫഷൻ പറഞ്ഞല്ലോ, ഓരോ ചൂടാക്കി നോക്കണേ, ഓരോ സമയം ഒരു ചുവട് പോകും. അപ്പൊ ഈ വിശ്വാസം നമ്മൾ വളരുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് നമ്മൾ വളരുന്നത്. വളർച്ച എന്നത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? സാധാരണ നമ്മളൊരു മനുഷ്യൻ വളർന്നത് എങ്ങനെ അറിയാം? ഇങ്ങനെയാണ് ശരീരം കാണുമ്പോൾ അറിയാം. പക്ഷെ വിശ്വാസത്തിൽ വളർന്നത് എങ്ങനെ അറിയാം? ശരീരം നോക്കി അറിയാം. എങ്ങനെ അറിയാം? ക്രിസ്തു പാവണ്ടോ അറിയാം. എന്നിൽ ക്രിസ്തു അല്ല, സോറി, എന്നിൽ ഞാനല്ല, ഞാനാണ് ഒരുത്തൻ ക്രിസ്തുവിലായ അവനതാണ് പുതിയ സൃഷ്ടിയാണ്. അവിടെ കഴിഞ്ഞു പോകും. ഈ വിശ്വാസ ജീവിതത്തിൽ എന്നിലുള്ള ക്രിസ്തു എത്ര വലുതായോ അതാണ് എന്റെ വിശ്വാസത്തെയാണ്. ഓക്കെ. വെന്നിയാണ് പറയുന്നത് എഴുതുകാരൻ. അതാണ് വെന്നിയാണ്. നമുക്കറിയാം, ആടുജീവിതം എഴുതിയ കേട്ടതാണ് ആടുജീവിതം. ഇതിനെ വേണ്ടി മറ്റൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ് അകത്തെ ക്രിസ്തു പുറത്തെ ക്രിസ്തു. എന്താണ്? സോറി, പുറത്തെ ക്രിസ്തു അകത്തെ ക്രിസ്തു. പുറത്തെ ക്രിസ്തു അകത്തെ ക്രിസ്തു. പ്രിയമുള്ളവരെ, നമ്മുടെ പുറത്തെ ക്രിസ്തു എന്താണ്? ഓക്കെയാണ് കേട്ടോ. എന്റെ ജീവിതത്തിൽ പുറത്തുള്ള ക്രിസ്തു എന്താണ്? പള്ളി, ആരാധന, കാഴ്ചകൾ, ദർശകൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ഓക്കെ, ഇത് പുറത്തെ ക്രിസ്തു. ബട്ട് ഒരു ക്രിസ്തു അകത്തെ ക്രിസ്തു. രണ്ട് ക്രിസ്തു ഇല്ല, ഒരു ക്രിസ്തേ ഉള്ളൂ. അദ്ദേഹം എന്താണ് അന്വേഷിച്ചെന്ന് പറയുക, ഇന്നൊരു ക്രിസ്തു, ഉള്ളിലെ ക്രിസ്തു. എന്റെ ഉള്ളിലെ ക്രിസ്തു എത്ര വലുതാണ്. അങ്ങനെ ഇരിക്കുകയാണ്. ഉള്ളിൽ എല്ലാ വർഷവും മുന്നോട്ട് പോയി. മുന്നോട്ട് പോയിക്കുമ്പോൾ ഉണ്ണീശ്വരൻ എത്രയുണ്ട്? ചെറുതായിട്ട്. ഉണ്ണീശ്വരന്റെ രൂപത്തിലാണ്
വിജയകരമായി പൂർത്തീകരിക്കുവാനായിട്ട് കഴിയും. എങ്ങനെ ഈ വിശ്വാസത്തെ നമുക്ക് ഊട്ടിയുറപ്പിക്കുവാനായിട്ട് കഴിയും? റോമക്കെതിരെ 10-17 വാക്യം. ഈ വേദപുസ്തകം ഓക്കെ, എന്താണ് പറയുന്നത്? ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾക്കേണ്ടത് ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പൊ വിശ്വാസം ഉണ്ടാവുന്നത് വചനത്താൽ വരുന്നു. അപ്പോ വിശ്വാസം കൂടണമെങ്കിൽ ഈ വചനം നമ്മൾ പോകണം. വചനം കേൾക്കണം, വചനം പഠിക്കണം, വചനം വായിക്കണം, നെഞ്ചത്തോട് ചേർത്ത് വെച്ച് നടക്കണം. അതേപോലെ ഞാൻ ബൈബിൾ കൊണ്ടുപോകുന്നത് ചോദിക്കാൻ ഒരു കാരണമാണ്. ഞാൻ 2015 കാലഘട്ടം ഒരു മിഷണറിയായിരുന്നു. വടക്കേ ഇന്ത്യ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഞാൻ മിഷണറിയായിരുന്നു. അതേപോലെ നമ്മുടെ കേരളദേശത്തിലെ അല്ലെങ്കിൽ മറ്റ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളൊന്നുമല്ല അവിടെ. ഇവിടെ നമുക്ക് ബൈബിൾ കൊണ്ടുപോകുന്നത് അവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ ബൈബിൾ കൊണ്ടുപോകുമ്പോൾ ഈ വേദപുസ്തകത്തിനെ അതിനകത്ത് ഒരു സഞ്ചിക്കകത്ത് വെച്ച് ഞാൻ കെട്ടിപ്പോയി കയറുള്ള കയ്യിൽ കെട്ടി സൈക്കിളിൽ വെച്ച് വേറെ ബസ്സുമായി ചെറിയാണ് ചെയ്യുന്നത്. ഇതിനെ കൊണ്ടുപോകുന്നത് ഇതിനെ ബൈബിൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ സൈക്കിളോട് നിർമ്മിക്കും, പിടിച്ചു വാങ്ങിക്കും, നമ്മൾ അടിക്കും, എന്നിട്ട് ഈ ബൈബിൾ വലിച്ചു കിട്ടും. ഇതൊന്നും ഒരു വരില്ല കേട്ടോ. പല പ്രാവശ്യം സംഭവിച്ചിട്ടുള്ളതാണ്. ശ്രദ്ധിക്കുക, പല പ്രാവശ്യം കൃഷ്ണന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ്. അപ്പൊ ഇങ്ങനെ സ്വാതന്ത്ര്യം ദൈവം നൽകിയിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിനോട് വരാൻ പറ്റുന്നില്ല. അതിനെ കുറിച്ച് പറയാൻ പറഞ്ഞു. ഇത് നമ്മുടെ ചോദ്യം ഈ വേദപുസ്തകത്തിൽ നമ്മുടെ ചോദ്യം അഭിമാനത്തോടുകൂടെ എന്റെ പുസ്തകം. അപ്പൊ ഇതെന്റെ ശൈലിയാണ് കേട്ടോ, എന്റെ ശൈലിയാണ്. അപ്പൊ ഈ പുസ്തകത്തിൽ ചിലപ്പോൾ എനിക്ക് സന്തോഷമാണ്. അപ്പൊ എല്ലാവരും പറയണം, എനിക്ക് ഈ വേദപുസ്തകം കൊണ്ടുപോകാൻ ഞാൻ ഹാപ്പിയാണ്, എനിക്ക് അഭിമാനമാണ്. ഈ പുസ്തകത്തെ നമ്മളിങ്ങനെ ചുമന്നുകൊണ്ട് പോയാൽ ദൈവം ചുമന്നു. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കി മാറ്റും. സംഗീതം 19 കണ്ണിനെ പ്രകാശം, പ്രാണനെ തണുപ്പിക്കും. പ്രയോജനമുണ്ട്. വേദപുസ്തകത്തിന്റെ വചനത്തിന്റെ പ്രത്യേകതകളുള്ള കണ്ണിനെ പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ വേദപുസ്തകത്തിന്റെ കാര്യം പറഞ്ഞില്ല. ഈ പുറപ്പെട്ട വേദപുസ്തകങ്ങൾ എപ്പോഴും ശക്തിയാണ്. വേദപുസ്തകം എന്ന് പറയുന്നതാണ് പറയുന്നത് ദൈവശ്വാസനീയമാണ്, ദൈവവിവേചിതമാണ്. ഇതിനകത്തുള്ള ശ്വാസം ആരുടെയാണ്? ഇതിനകത്തുള്ള ശ്വാസം ദൈവത്തിന്റെ ശ്വാസം പറഞ്ഞ പുസ്തകമാണ് വേദപുസ്തകം കേട്ടോ. ദൈവത്തിന്റെ ശ്വാസം പറഞ്ഞ പുസ്തകം നിങ്ങൾ തുറക്കുമ്പോൾ ഈ കാറ്റടിക്കും കേട്ടോ. ദൈവത്തിന്റെ ശ്വാസം പറഞ്ഞ പുസ്തകം ഇങ്ങനെ തുറക്കുമ്പോൾ ഈ കാറ്റടിക്കും. പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധ സത്യമായിട്ടാണ് നമ്മൾ വേദപുസ്തകം പെട്ടെന്ന് ആലോചനയോടെ എടുത്തിങ്ങനെ വായിക്കുമ്പോൾ ഈ കാറ്റ് പറഞ്ഞതോടെ ദൈവത്തിന്റെ നമ്മുടെ ബോധ്യം അതാണ് ഊഹ പരിശുദ്ധ. ഇതാണ് പറയുന്നത്, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു ആഗ്രഹിച്ചാണ്, സമയം കഴിയാതെ കൃഷ്ണനകത്ത് എന്ത് ചെയ്യാനുള്ളതാണ് എനിക്ക് കണ്ടുപിടിച്ച് ചെയ്യുന്നതാണ്. ഇന്നത്തെ വേദഭാഗത്ത് ഒരു കാര്യം പറയാനായിട്ട് പറ്റില്ല. പക്ഷേ അവിടെ ചിന്തനീയമായ ഇങ്ങനെ ദൈവത്തോട് നടന്ന് വിശ്വാസം ഉറപ്പിച്ച് മനുഷ്യൻ സൃഷ്ടിച്ച് ഏതൊരു ലോകത്തിലാക്കിയപ്പോൾ ഈ ലോകത്തിലെ ആദ്യത്തെ ചോദ്യം ചോദിച്ചാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. വിശ്വാസ ജീവിതയാത്രയിൽ ദൈവം നമ്മുടെ മനുഷ്യനെ കേട്ടു നിർത്തി. നീ എന്റെ മക്കളാണ്. അതാണ് അവരെയും സൃഷ്ടിച്ച് മനോഹരമായിട്ട് ദൈവം മനുഷ്യരോട് നടന്നു. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ദൈവം മനുഷ്യരായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഒരുമിച്ച് സന്തോഷത്തോടെ എത്തിയാണ്. സന്തോഷം പോകുന്ന സമയത്താണ് ഒരു ദിനം ക്ഷണിക്കപ്പെടാത്ത സാധാരണ ഈ ലോകത്തിലെ ആദ്യത്തെ ചോദ്യം ചോദിച്ചത് വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യത്തെ ചോദ്യം എല്ലാവരും നോക്കി പറയാം. അങ്ങനെയില്ല, അത് ചോദ്യം എന്താണ്? വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യത്തെ ചോദ്യം ബൈബിളിന്റെ താക്കോൽ പുസ്തകം ഏതാണ്? ഉൽപ്പത്തിയാണ് ഉറപ്പാണ്. അപ്പോൾ ആദ്യത്തെ താക്കോൽ ചോദ്യം എങ്ങനെയാണ്? ബൈബിൾ ആദ്യത്തെ താക്കോൽ ചോദ്യം തുറക്കുന്ന ചോദ്യം. ബൈബിൾ തുറന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്നത്തെ ചോദ്യം തന്നെയാണ്. ഇന്നും ലോകത്തെ ചിന്തിക്കുന്ന ചോദ്യം തന്നെയാണ്. ഈ ചോദ്യം ചോദിച്ചതാണ് ഈ ചോദ്യം ചോദിച്ചതാണ്
വിശ്വാസമല്ല, അവിശ്വാസം. ആരാണ് വിശ്വസിച്ചത്? മനുഷ്യൻ തങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ അവിശ്വസിച്ചു. ആരെ വിശ്വസിച്ചു? സാത്താൻ വിശ്വസിച്ചു. ദൈവത്തെ അവിശ്വസിച്ചിട്ട് ആരെ വിശ്വസിച്ചു? സാത്താൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഇവിടെ ലോകരാമത്തെ പാപം ചെയ്യുന്നത്, ഇവിടെ വരുന്നത്. ഒരു കാര്യം എന്താണ് മനുഷ്യൻ പറഞ്ഞത്? കൃഷ്ണന്റെ മരം തിരുന്നതിന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ആയി വെച്ചു, തൊടുകയും വരുന്നത് പറഞ്ഞാൽ ആരാണ് പറഞ്ഞത്? സ്ത്രീയാണ് പറഞ്ഞത്. ഇവിടെ അങ്ങനെ പറഞ്ഞില്ല. തൊടുകയും വരുന്നത് പറയുന്നത്. അപ്പോൾ ദൈവത്തോടുള്ള ആശ്വാസത്തിന്റെ സ്ത്രീ നമ്മളോട് വ്യക്തമായിട്ട് കാണാൻ കഴിയുകയാണ്. ദൈവത്തെ പോലെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മനുഷ്യൻ സംബന്ധിച്ചതാണ്. സാത്താൻ മനുഷ്യനെ പ്രലോഭിപ്പിച്ചു. ഇന്നും ലോകത്തിലെ പ്രലോഭനമാണ് മനുഷ്യനെ ആരോടാക്കാൻ നോക്കുകയാണ്. ഇന്നും അതിനെ വേറൊരു കമ്പനികൾക്ക് വെച്ചിരിക്കുന്നുള്ളൂ. ഇന്നും യുവാക്കളെ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്, സത്യത്തിൽ ദൈവമുണ്ടോ? വാസ്തവത്തിൽ ദൈവം പ്രാർത്ഥന പറഞ്ഞു, വാസ്തവത്തിൽ ബൈബിൾ വായിക്കണം, വാസ്തവത്തിൽ ദൈവം പറഞ്ഞു ശരി. ഈ ഒരു സംശയം ഇന്നും വേറെ കമ്പനികൾക്ക് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. പല രൂപത്തിൽ പല ഭാവങ്ങളിൽ ഇതേ ചോദ്യങ്ങൾ നമ്മുടെ കുടുംബത്തിനകത്തുണ്ട്, നമ്മുടെ പള്ളിക്കകത്തുണ്ട്, നമ്മുടെ ദേശത്തിനകത്തുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് വേദശാസ്ത്രപരമായി നമ്മൾ ശരിയായ ഉത്തരം നൽകിയില്ലായിരുന്നെങ്കിൽ ഇന്നും അവിശ്വാസിയായിട്ട് മാറും. വിശ്വാസിയായിരുന്ന സമൂഹം മാറും, അവിശ്വാസിയായിട്ട് മാറും. വിശ്വാസത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം മാറും, അവിശ്വാസത്തിലേക്ക് ചലിക്കപ്പെടും. അതുകൊണ്ടാണ് ദൈവത്തിന് രണ്ടാമത് ചോദിക്കുന്നത്. ഈ ലോകം രണ്ടാമത് ചോദിച്ചാൽ ഈ ലോകത്തിലെ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചാൽ ഈ ലോകത്തിലെ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് ദൈവമാണ്. ദൈവത്തോട് ചോദിച്ചു നോക്കണം. ഇതാണ് ചോദ്യം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ന്റെ നീ എവിടെ? നീ എവിടെ? ആദം നീ എവിടെ? നിങ്ങളുടെ ആദം ഹവ്വയും എവിടെയാണ് അറിയാമെന്നല്ല ദൈവം ചോദിച്ചത്. ആദം ഹവ്വയും ഏത് വൃക്ഷത്തിന്റെ പുറകിൽ ചെന്ന് ഒളിച്ചിരിക്കുന്ന ആർക്കും അറിയാം, ദൈവത്തോട് അറിയാം. പക്ഷെ ദൈവമായിരുന്നു കുരിശിന്റെ പാതയിൽ നീ എവിടെ? ദൈവത്തിന്റെ പാതയിൽ നീ എവിടെ? നിങ്ങളുടെ ആദമിന്റെ പേര് മാറ്റിയിട്ട് എന്റെ പേരോട് ചോദിച്ചു, നമ്മുടെ പേരോട് ചോദിച്ചു. പ്രിയ യുവാക്കളെ, പ്രിയ സമസ്ത വിദ്യാർത്ഥികളെ, പ്രിയ സഭയെ, എന്റെ പേരോട് ചേർത്ത് വെച്ചിട്ട് ദൈവം പറയുന്നത് നീ എവിടെ? നീ എവിടെ? ഇപ്പൊ നീ എവിടെയാണ്? ദൈവം നീ ചോദിച്ചോദിക്കും ലോകത്തോട്. ദൈവത്തിന്റെ സന്നിധിക്കേണ്ട നീ എവിടെ? ദൈവത്തിന്റെ മാതൃകയായിട്ട് ജീവിക്കേണ്ട നീ എവിടെ? ദൈവത്തിന്റെ സാക്ഷിയായി ജീവിക്കേണ്ട നീ എവിടെ? വിശ്വാസ ജീവിത യാത്രയിൽ ഓരോ ദിവസവും അണികളോട് ചേർന്ന് ശക്തമായി പോരാടേണ്ട നീ എവിടെയാണ് ഇരിക്കുന്നത്? ഇന്ന് നമ്മൾ ഇരിക്കുന്നതാണ് സോഷ്യൽ മീഡിയയുടെ സിംഹാസനങ്ങളാണ്. വളരെ കൂടെ പഠിച്ചിട്ടുള്ള ചില വ്യക്തിത്വങ്ങളൊക്കെ അച്ഛനെ പോലെ ഇവിടെ സിംഗിൾ മേഖലയിൽ പഠിച്ചിട്ടുള്ള ചിലരൊക്കെ ഇപ്പോൾ സൈബർ ഉദ്യോഗസ്ഥരായിട്ടുണ്ട്. അപ്പോൾ വളരെ കാര്യങ്ങളുള്ളവരുണ്ട്. അപ്പം ഞാൻ ചില സമയത്ത് ഞാൻ അവരോട് സംസാരിക്കും. ഇവിടെ വാർത്തകളൊന്നും ഉറപ്പ് വരുന്നില്ല കേട്ടോ. നമ്മൾ വിചാരിക്കുമ്പോൾ എല്ലാ വാർത്തയും വാർത്തയുടെ സത്യമാണെന്ന് വിചാരിക്കും. ഈ ലോകം 2 കൊണ്ടാണ്, ഇതെല്ലാം ഇവിടെ ക്രമീകരിച്ചിരിക്കുക. എന്നാൽ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള വാർത്തകൾ 100-ൽ 1 വാർത്ത പോലും പുറത്ത് വരുന്നതിനുള്ളതാണ് സത്യം. മനസ്സിലായിക്കോണം. വളരെ വ്യക്തമായ, വളരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ സൈബർ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നീ എവിടെ? എന്റെ മകനെ നീ എവിടെ? ക്രിസ്തുവിന്റെ പൈതലെ നീ എവിടെ? നിന്നെ ഇവിടെ ഇരിക്കാനാണോ വിളിച്ചത്? നമ്മുടെ കണ്ണും ചുറ്റി നമ്മുടെ കണ്ണുകളെ പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ ലോകത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ ഡ്രഗ്സിനെ ഒഴികൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പഠിച്ച കലാലയങ്ങളിലും ഞാൻ പഠിച്ച സ്കൂളുകളിലൊക്കെ ചില സമയത്തൊക്കെ ഞാൻ പോകാറുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ ഇരുന്ന ആ വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് ഇപ്പൊ പോകാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് ക്യാൻറ്റീൻ ഭാഗത്തേക്ക് ഒന്നിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ പോകാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നില്ല എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എവിടെയാണ്? പ്രിയമോളെ നീ എവിടെ? പ്രിയമോനെ നീ
പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. പാറ്റുകൾ എന്ന് പറയുമ്പോൾ പാറ്റുകൾ എന്താണ്? പാറ്റുകൾ എന്ന് പറയുന്നത് കുട്ടികൾക്ക് അറിയുന്നതല്ല. പാറ്റുകൾ ഞങ്ങളുടെ വീട്ടിൽ അമ്മയൊക്കെ അമ്മമാരൊക്കെ മുറ എടുത്തിട്ട് അരി ഗോതമ്പനം ഇങ്ങനെ പാറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അമ്മമാർക്ക് പാട്ട് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പ്രോസസ്സാണ്, സീരീസ് ഓഫ് പ്രോസസ്. ഒരു പ്രാവശ്യം പല പ്രാവശ്യം ഇങ്ങനെ ആകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആകുമ്പോൾ അതിലുള്ള നെല്ല് പതിനെത്തി പുറത്തേക്ക് പോകും. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഒരു ടെസ്റ്റ് ഇങ്ങനെ പാട്ടിലെല്ലാവരും നമ്മൾ ശരിയായി എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നമ്മൾ വീഴേണ്ട സ്ഥലത്ത് കൃഷിയുടെ പാതയിൽ നമ്മൾ വീഴും, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു പാതയിൽ നമ്മൾ വീഴും. അപ്പൊ നെല്ലിന്റെ സ്ഥാനത്ത് വീഴണോ പതിനെന്റെ സ്ഥാനത്ത് വീഴണോ? ഇതിന്റെ ചോയ്സാണ്. പ്രിയമുള്ളവരെ, നല്ലൊരു ചോയ്സ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം അടുത്ത ദിവസം ഞാൻ ചിന്തിക്കുവാൻ കരുതുന്നു ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് ചിന്തിച്ചത്? ഒന്നാമത്തെ കാര്യം എന്താണ്? വിശ്വാസ ജീവിത യാത്രയിൽ ഈ യാത്രയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്ന ആരാണ്? ഞാനല്ല, ദൈവമാണ്. രണ്ടാമത് ചിന്തിച്ചു, ഈ യാത്രയിൽ വൊക്കേഷൻ എന്റെ കഴിവല്ല, ആരുടെ കഴിവാണ്? ദൈവത്തിന്റെ കഴിവാണ്. ദൈവത്തിന്റെ കഴിവുകൾ മാത്രമാണ് ഒളിച്ചു വളരാൻ പോകാൻ പറ്റുന്നത്. മൂന്നാമത് എന്താണ്? ഈ യാത്രയിൽ നമുക്കെന്താണ് ഒരു വളർച്ചയുണ്ടാകും. ആ വളർച്ചയിൽ വളർച്ചയുണ്ടാകും. വളർച്ചയുണ്ടാകാൻ ആരുടെപ്പോഴും വിശാല ചില ചോദ്യങ്ങൾ, ചില കാര്യങ്ങൾ നമ്മുടെ എഴുതി. അപ്പൊ ദൈവത്തോട് ചോദിക്കും, നീ എവിടെയാണ് അവനെ? എവിടെയാണ് അവളെ? നീ ഏത് ട്രാക്കിലാണ്? ഈ ട്രാക്കിലേക്കാണ് ചെയ്യുന്നത്. എന്നെ വിളിച്ചത് തീർച്ചയായിട്ടും ആ ട്രാക്കിലേക്ക് കൊണ്ടുപോകാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മളെ തുറന്നു കാര്യങ്ങളോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ട്രാക്കിലേക്ക് നിൽക്കാൻ പറ്റും. ഈ ട്രാക്കിൽ നമുക്ക് എങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് കുറിച്ച് ചിന്തിക്കുന്നത് നാളെ നമ്മൾ ചിന്തിക്കാൻ പോകും. ഈ വിശ്വാസ ജീവിത